ഹലോ ഗായ്സ്, ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ഫ്രൈഡേ ആണ് കേട്ടോ. പോരാത്തതിന് നല്ല മഴയും. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു ബീഫ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മസാലയ്ക്കുള്ള പരിപാടികളൊക്കെ അകത്ത് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. റൈസ് നമ്മൾ തിളപ്പിച്ചൂറ്റിയാണ് എടുക്കുന്നത്. അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും മഴ പെയ്ത് കിടക്കുന്നതാണ് മടുപ്പ് കത്താൻ വലിയ പാടായിരുന്നു. അങ്ങനെ ഒരു വിധം മടുപ്പ് കത്തിച്ചെടുത്തു. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് അരിയിട്ട് തിളപ്പിച്ചൂറ്റി എടുക്കുകയാണ് കേട്ടോ. നേരത്തെ കണ്ടത് ഈ മഴയത്ത് നമ്മൾ പിടിക്കുന്ന വരാലാണ് കേട്ടോ. മഴ പെയ്ത് കിടക്കുമ്പോൾ ഒരുപാട് മീൻ അതിൽ കയറി വരും. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് കിട്ടുന്നത്. മഴ പെയ്താൽ എല്ലാ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ. അടുപ്പ് നനഞ്ഞാൽ പിന്നെ കത്താൻ വലിയ പാടാണ്. നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആ കാണിച്ച മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അരി ഇട്ട് ഊറ്റുന്നത്. അകത്ത് നല്ല മസാലയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിയിട്ട് മൂടി വെക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് കേട്ടോ അരി വെന്ത് വരുന്നത്. അങ്ങനെ തിളച്ച് നമ്മുടെ മസാലയുടെ അറ്റം പറ്റാറായി. അതായത് പറ്റി കുറവ് വന്നാലേ നമുക്ക് ദമ്മിടാൻ പറ്റത്തുള്ളൂ. അരി ഊറ്റാനുള്ള കട്ടയൊക്കെ കഴുകി അടുപ്പിച്ച് വെക്കാൻ നോക്കും. പെട്ടെന്നാണ് അരി തിളച്ചതും ഊറ്റാൻ തയ്യാറായതും. നല്ല തിളച്ച് മറിയുന്ന അരി കണ്ടോ. ഇതിങ്ങനെ ഇരുന്നാൽ ആവി കിടന്ന് പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഊറ്റേണ്ടതായിട്ടുണ്ട്. നമുക്ക് ദമ്മിടാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. മസാല ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് റൈസ് ഇട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ക്യാരറ്റും പൈനാപ്പിളും വറുത്ത് വെച്ചേക്കുന്ന സവാളയും കാഷ്യൂം കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ലെയറും കൂടെ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് നല്ല ലെവലാക്കി സെറ്റാക്കി എടുക്കാം. ഇതിലേക്ക് വീണ്ടും മല്ലിയിലയും പുതിനയിലയും പൈനാപ്പിളും ക്യാരറ്റും കിസ്മിസും കാഷ്യൂം വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും എല്ലാം ചേർത്ത് ദം ചെയ്യാനായിട്ടിടും. അതിലേക്ക് നമ്മൾ പശുനെയ്യ് ചേർക്കുന്നുണ്ട്. മിൽമയുടെ പശുനെയ്യാണ് ചേർക്കുന്നത്. താഴെയും തീ കൊടുത്ത് മേളിൽ കനലിട്ടിട്ടുണ്ട്. അന്നേരത്തേക്കിനും നോക്കിയപ്പോൾ നല്ല അടിപൊളി മഴയാണ് കേട്ടോ പുറത്ത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുന്നതാണ് മഴ കൂടിയത്. അങ്ങനെ ഈ മഴയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.